ശാസ്ത്രീയമായി പാമ്പിനെ എങ്ങനെ പിടിക്കാം? പിടിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യണം? വാല് നിലത്തുനിന്ന് ഉയർത്തിയിട്ട് കൈകൊണ്ട് എടുക്കുക, എന്നിട്ട് ഹുക്ക് കൊണ്ട് ബോഡി സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ദേഹത്തേക്ക് ചാടി വരാതെ ഹുക്ക് കൊണ്ട് ബ്ലോക്ക് ചെയ്യുക. കയറി എന്ന് ബോധ്യപ്പെടുമ്പോഴേക്കും തിരിച്ച് ഇട്ട് ബ്ലോക്ക് ചെയ്യുക. അപ്പോഴേക്കും പാമ്പ് ഒരു വശത്തും നമ്മൾ മറ്റേ വശത്തേക്കുമായി. ഒരു 2 പിരി പിരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് ലൂസാക്കിയാലും ആ പിരിയുടെ ഇപ്പുറത്തേക്ക് പാമ്പ് വരത്തില്ല. അല്പം ഒന്ന് ലൂസാക്കിയിട്ട് വലിച്ച് മാക്സിമം അടുപ്പിക്കുക. 3 വർഷത്തിലധികമായി പാമ്പിനെ പിടിക്കാൻ വനംവകുപ്പ് പരിശീലനം നൽകുന്നുണ്ട്. നാട്ടുകാരുടെയും ഒപ്പം പാമ്പുകളുടെയും സുരക്ഷയ്ക്ക് വേണ്ടിയാണിത്. വീടിന് ചുറ്റും പാമ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അപ്പുറത്ത് ഇപ്പുറത്ത് ഓരോ കൊച്ചുകുട്ടികളൊക്കെ ഉണ്ട്. അപ്പം ഇവരൊക്കെ ഇങ്ങനെ പേടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അവിടുത്തെ വീട്ടുകാരും ആരെങ്കിലുമൊക്കെ സഹായിക്കാനുണ്ടായിരുന്നേ കൊള്ളാം. നമ്മൾ കൊച്ചു പാമ്പിനെയൊക്കെ നമ്മൾ ഓടിക്കും. അപ്പോൾ നല്ലൊരു ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ അതിൻ്റെ സയൻറ്റിഫിക് മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് പിടിക്കാൻ പറ്റും. സംസ്ഥാനത്തൊട്ടാകെ 2500ഓളം ആളുകൾക്കാണ് വനംവകുപ്പ് ഇതുവരെ പരിശീലനം നൽകിയിട്ടുള്ളത്. ഇവർ നാട്ടിൽ നിന്ന് പ്രതിവർഷം 12000-ലധികം പാമ്പുകളെ പിടികൂടുന്നുണ്ട്. പരിശീലനം നേടാൻ ആഗ്രഹമുള്ളവർ ഒന്നുകിൽ അതത് ജില്ലകളിലുള്ള വനംവകുപ്പിന്റെ സാമൂഹ്യ വനവൽക്കരണ ഓഫീസിൽ അപേക്ഷ നൽകണം, അല്ലെങ്കിൽ സർപ്പ എന്ന ആപ്പിൽ രജിസ്റ്റർ ചെയ്യുക. നാട്ടിലെ പാമ്പ് പിടുത്തക്കാരുടെ മൊബൈൽ ഫോൺ നമ്പരും സർപ്പ ആപ്പിലുണ്ട്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.